ഞാൻ ഷിനാസ്. ഇന്ന് എൻ്റെ ഒപ്പം ഉള്ളത് ഇത്തവണത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കിരൺ മുരളിയാണ്. കിരൺ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സാർ. ഓക്കെ, കിരണ് നമ്മുടെ സ്റ്റുഡൻറ്റ് മാത്രമല്ല, നമ്മുടെ മെൻറ്ററും കൂടിയാണ്. 2021 കിരൺ ആദ്യമായിട്ട് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ മുതൽ തന്നെ കിരൺ നമുക്ക് വളരെ പ്രതീക്ഷയുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ആ വർഷം കിരണ് എന്തോ ഭാഗ്യക്കേടുള്ളതുകൊണ്ട് കിട്ടിയില്ല. കിരൺ കഴിഞ്ഞ വർഷം കല്യാണമൊക്കെ കഴിഞ്ഞ് ആ കല്യാണം കഴിഞ്ഞതിൻ്റെ ഐശ്വര്യത്തിലായിരിക്കണം ഇത്തവണ കിരൺ റാങ്ക് ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, എന്ത് തോന്നി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും? ഒരുപാട് സന്തോഷം തോന്നി സാർ. ഓക്കെ, ഒരുപാട് ലേറ്റ് ആയിട്ട് ആണെങ്കിലും ഒരു റിസൾട്ട് എന്തായിരുന്നു റിസൾട്ട് അറിഞ്ഞപ്പോൾ ഉള്ള ഒരു ഫീലിംഗ്? റിസൾട്ട് വന്നപ്പോൾ വീട്ടിലായിരുന്നു, വൈഫും ബ്രദറും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തന്നെയാണ് PDF നോക്കിയത്. അപ്പോൾ കണ്ടപ്പോൾ ആദ്യം ഇല്ലാന്ന് തോന്നി, സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോൾ കണ്ടില്ല. അപ്പോൾ നമ്പർ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടു. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഓക്കെ, ഐലൻഡുമായിട്ടുള്ള അസോസിയേഷൻ എങ്ങനെയായിരുന്നു? അതിലാണ് ഞാൻ PCM ചെയ്തത് 2018 ബാച്ച്, ജൂലൈ ബാച്ചിലായിരുന്നു. അതിനുശേഷം ഞാൻ പിന്നീട് 21 പ്രിലിംസ് ക്വാളിഫൈ ആവുന്നത്. അപ്പോൾ മെയിൻസ് ടെസ്റ്റ് സീരീസ് ഐലാൻഡിലായിരുന്നു, ഇൻ്റർവ്യൂ ഗൈഡൻസ് ഐലാൻഡിലായിരുന്നു. അപ്പോൾ ആ വർഷം ഒരു 4 മാർക്സിനാണ് മിസ്സായത്. പിന്നീട് 22 പ്രിലിംസ് ക്ലിയർ ആയില്ല, 23 പ്രിലിംസ് ക്ലിയർ ആയി. അപ്പോൾ പിന്നീട് അതാണ് റിസൾട്ട്. ഈ ഇടയ്ക്കൊന്നും കിട്ടാതിരുന്നിട്ട് പിന്നെയൊന്ന് പ്രിലിംസ് കിട്ടാതിരിക്കുമ്പോഴത്തേക്കും എന്തായിരുന്നു ഒരു മോട്ടിവേഷൻ to come back and get into the list? മോട്ടിവേഷൻ 2020 അറ്റംപ്റ്റിൽ എനിക്ക് പ്രിലിംസിന് വളരെ കുറവ് മാർക്കായിരുന്നു. ഏറെക്കുറെ അറൗണ്ട് 50 മാർക്സ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 21 പ്രിലിംസിന് എനിക്ക് അതൊരു 105 ആക്കാൻ പറ്റി. അപ്പോൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചേഞ്ച് മാർക്സിൽ കണ്ടപ്പോഴത്തേക്കും നമുക്ക് എഫോർട്ട് ഇടാൻ പറ്റും, പോസിറ്റീവായി. പിന്നീട് അത് മെയിൻസിൽ വലിയ കുഴപ്പമില്ലാത്തൊരു മാർക്ക് കിട്ടി. ടോട്ടൽ റിസൾട്ടിനൊപ്പം ഒരു അടുത്ത് വെച്ച് പോയ പോലെ തോന്നി. അപ്പോൾ ഒന്നുകൂടി ശ്രമിച്ചാൽ ലഭിക്കുമെന്ന് തോന്നി. അപ്പോൾ അങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്തത്. അത് ആക്ച്വലി ചില സ്റ്റുഡൻസ് ഇപ്പം നമ്മൾ ഒത്തിരി തവണ കുട്ടികൾ എഴുതുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഒരു വിഷമമാണ്, ഇവർ വീണ്ടും എഫോർട്ട് ഇടുമ്പോൾ. പക്ഷേ കൃത്യമായിട്ട് എവിടെ ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് കിട്ടുമെന്ന് മനസ്സിലാക്കി ആ അറ്റംപ്റ്റ് റീവർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതാണ് ശരിക്കും റിസൾട്ടിൽ കൊണ്ടുവരുന്നത്. ആ റിസൾട്ട് കൊണ്ടുവന്നിട്ട് ഭയങ്കര സന്തോഷമാണ്. അതിൻ്റെ ഒരു ഹാർഡ് വർക്കും ആ ഒരു എഫേർട്ടുമാണ് ആ സ്ട്രാറ്റജി റീവർക്ക് ചെയ്തിരിക്കുന്നത്. അതിലും വീണ്ടും കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു സർ. Come and join iLearn IAS and feel the difference.